വെരി ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹു ഈസ് ആക്ച്വലി എ പ്രൊമോട്ടർ, ദ റോൾ ഓഫ് പ്രൊമോട്ടേഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ ലീഗൽ പൊസിഷൻ ഓഫ് പ്രൊമോട്ടർ. നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ഇറ്റ് ഈസ് ഒൺലി പോസിബിൾ ത്രൂ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ തന്നെ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും എത്ര പേഴ്സൺസ് മിനിമം വേണം, മാക്സിമം എത്ര പേഴ്സൺസ് വരെ വരാം എന്ന് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ എ പ്രൈവറ്റ് കമ്പനി ഇറ്റ്സ് 2 to 200, whereas ഫോർ എ പബ്ലിക് കമ്പനി ഇറ്റ് ഇസ് 7 to ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഈ ഒരു മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളും രജിസ്ട്രേഷനും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ കമ്പനി ഓർ ബീങ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇറ്റ് കംസ് ഇൻ ടു existence. So we can say that company can comes into existence or into the active vibe only through the process of registration. രജിസ്ട്രേഷനിലൂടെ മാത്രമേ കമ്പനിക്ക് ഒരു എക്സിസ്റ്റൻസിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. Now, what is actually promotion? Promotion is the process of bringing a company into existence. The persons who behind this process is termed as promoters. ഈ കമ്പനീൻ്റെ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് രജിസ്ട്രേഷനിലോട്ടും ഇൻകോർപ്പറേഷനിലോട്ടും എല്ലാത്തിലും കൊണ്ടുവരുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ പ്രൊമോഷന്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഹൂ ആർ പ്രൊമോട്ടേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് ഒരാളെയോ അല്ലെങ്കിൽ 1, 2, 3 പേര് ആളുകളെ നമ്മൾ പ്രൊമോട്ടർ എന്നൊരാളെ വിശേഷിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് മെയിൻലി പാലിച്ചിട്ടുണ്ടാവുക. ദ വേർഡ് പ്രൊമോട്ടർ ഇസ് ഡിഫൈൻഡ് ഇൻ കമ്പനീസ് ആക്ട് ആസ് ഫോളോസ്. 2013 ആക്ടിൽ 3 കാര്യങ്ങളാണ് പ്രൊമോട്ടറെ കുറിച്ച് പറയുന്നത്. ഹു ഹാസ് ബീൻ നെയിംഡ് ആസ് in such in a prospectus or is identified by the company in annual return referred to in section 92. സെക്ഷൻ 92 പ്രകാരം ആനുവൽ റിട്ടേണിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോസ്പെക്ടസിലോ പേര് വന്ന അല്ലെങ്കിൽ കമ്പനി തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്താണ്? ഹു ഹാസ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വെദർ ആസ് എ ഷെയർ ഹോൾഡർ, ഡയറക്ടർ ഓർ അതർവൈസ്. കമ്പനിയുടെ അഫയേഴ്സിൽ, അതായത് കമ്പനിയുടെ കാര്യങ്ങളിൽ ഒരു കൺട്രോളുള്ള, ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഷെയർ ഹോൾഡറായിട്ടോ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിനക്കോ കൺട്രോളുള്ള വ്യക്തിയെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം. ഇനി തേർഡ് പോയിന്റ് എന്താണ്? ഇൻ അക്കോർഡൻസ് വിത്ത് ഹൂസ് അഡ്വൈസ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഈസ് അക്കസ്റ്റംഡ് ടു ആക്ട്. ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആരുടെ ഡയറക്ഷൻസ് പ്രകാരമാണ്, ആരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണോ പ്രവർത്തിക്കുന്നത്, ആരുടെ അഡ്വൈസ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ആ ആരുടെ അഡ്വൈസ് പ്രകാരമാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ 3 പോയിന്റ് ആയിട്ടാണ് മെയിൻലി പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഡെഫിനിഷൻ കമ്പനീസ് ആക്ടിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കാര്യം നോക്കാം. ഇനി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രൊമോട്ടർ കിട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്തു, പക്ഷേ കമ്പനിയുടെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് കണ്ടെത്തണം. 2 രീതിയിൽ നമുക്ക് ഫണ്ട്സ് കണ്ടെത്താം. ദാറ്റ് ഇസ് വി ക്യാൻ റേസ് ഫണ്ട്സ് ത്രൂ 2 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് പബ്ലിക് ഓഫർ. ഫസ്റ്റ് ലെറ്റ് സീ വാട്ട് ഇസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ വേറെ ഒന്നും മനസ്സിലാക്കേണ്ട. ഇറ്റ് ഈസ് ആക്ച്വലി സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ടു എ പ്രീ സെലക്റ്റഡ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാദർ ദാൻ പബ്ലിക്ലി ഓൺ ആൻ ഓപ്പൺ മാർക്കറ്റ്. പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്യാതെ ഒരു ഓപ്പൺ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിലോ പോയിട്ട് ഷെയർസ് പബ്ലിക്കിന്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഓഫർ ചെയ്യാതെ പ്രീ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസിനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നമ്മൾ ഷെയർസ് സെല്ല് ചെയ്യുന്നു. ഷെയർസിനെ തന്നെയാണ് നമ്മളിവിടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കറിയുന്ന ആളുകളിലേക്ക് മാത്രം ഷെയർസ് സെല്ല് ചെയ്യുന്ന, അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് നമുക്കറിയുന്ന വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ റേസിംഗ് മെത്തേഡാണ് എന്താ? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. നമ്മൾ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഷെയർ വന്ന് മേടിക്കുന്നു എന്ന് പറഞ്ഞ് വല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനോ പ്രോസ്പെക്ടസ് കൊടുക്കാനോ ഒന്നും നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത, ചിലപ്പോൾ നമ്മുടെ തന്നെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ വെൽവിഷേഴ്സ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം നമുക്ക് തന്നെ അറിയുന്ന കുറച്ച് ആളുകളിലേക്ക്, വളരെ ചുരുക്കം ആളുകളിലേക്ക് നമ്മൾ ആദ്യമേ ഷെയർസ് സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് വിളിക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓർക്കുക, ഇറ്റ് ഈസ്
പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അറിയുന്നവരിലേക്ക് മാത്രം പോകുന്നു. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ദർ ഇസ് നോ നീഡ് ഓഫ് ഇഷ്യൂവിങ് പ്രോസ്പെക്ടസ്. എന്താണ് പ്രോസ്പെക്ടസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റ് എന്ന് ഓർത്താൽ മതി. അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് കൊടുത്തോ, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തോ പബ്ലിക്കിനെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്നില്ല. അപ്പോൾ പ്രോസ്പെക്ടസ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഓഫറാണ് എന്ത്, ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് റേസിങ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫണ്ട്സ് കണ്ടെത്താൻ പറ്റും. അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റീസിന് മെയിൻലി ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് വേണം. പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ്സ് പ്രോസ്പെക്ടസ് വഴിയൊന്നും കൊടുക്കാൻ പാടില്ല. ഒരു പ്രോപ്പർ റെസൊല്യൂഷൻ നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ, അതായത് ഒരു മീറ്റിംഗിൽ ഒരു പ്രോപ്പർ എഴുതി ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ഉണ്ടാവണം. ഇത്ര ഷെയർസ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളത്. പിന്നെ ഒരു വാലുവേഷൻ റിപ്പോർട്ട് ഉണ്ടാവണം. ഓഫർ പ്രൈസ്, എത്ര പ്രൈസിനാണ് നമ്മൾ ഈ പറയുന്ന വെൽവിഷേഴ്സിനും ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഈ ഷെയർസ് എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളത്, എത്ര രൂപയ്ക്കാണ് കൊടുക്കണമെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് ഇസ് IPO, പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അങ്ങനെയും വിളിക്കാം. പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറയാൻ അതിന് കാരണം, നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് അല്ലാതെ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് വളരെ എന്താ പറയുക, ഏറ്റവും ആദ്യമായിട്ട് പബ്ലിക്കിന്, അതായത് നോർമൽ പബ്ലിക്കിന് സെല്ല് ചെയ്യുന്ന ആദ്യത്തെ പ്രോസസ്സാണ് എന്ത്, പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ ന്യൂ പബ്ലിക് ഓഫറിംഗ് എന്നൊക്കെ വിളിക്കും. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഈ മെത്തേഡിലൂടെയാണ്. ഈ IPOസിലൂടെ സെല്ല് ചെയ്ത ഷെയർസ് നമുക്ക് വീണ്ടും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യാം, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഏറ്റവും ആദ്യം ഷെയർസ് പബ്ലിക്കിന് സെല്ല് ചെയ്യുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയാണ്. അങ്ങനെ സെല്ല് ചെയ്ത ഷെയർസ് വീണ്ടും മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടുന്നേ കിട്ടുള്ളൂ, സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത് ഷെയർസ് സെല്ല് ചെയ്ത സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ ആയിരിക്കും. അതായത് ന്യൂ ഷെയർസ്, ഒരു പുതിയ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യം മാത്രം ഓർത്താൽ മതി. അത് പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് പ്രോസ്പെക്ടസ് കൊടുത്ത് പ്രോസ്പെക്ടസിൽ എത്ര ഷെയർസാണ് വിൽക്കുന്നത്, എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര എമൗണ്ടിലാണ് വിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പ്രോസ്പെക്ടസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡുള്ള, ദാറ്റ് ഇസ് പബ്ലിക് ഓഫർ. പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ IPO എന്ന് വിളിക്കും. IPOയിൽ നമ്മൾ സെല്ല് ചെയ്ത ഷെയർസ് വീണ്ടും സെല്ല് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, രണ്ടാമതായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നത്, ആദ്യമായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നത് IPOയിൽ മാത്രമാണ്. രണ്ടാമത് വീണ്ടും സെല്ല് ചെയ്യണം. ഇനി ഭാവിയിലൊക്കെ സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, സെക്കൻഡറി മാർക്കറ്റിലൂടെയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയോ എന്ന് മാത്രം ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ സെല്ല് ചെയ്ത ഷെയർസ് മാത്രമേ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കമ്പനിക്ക് ഒരിക്കലും ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയി ഷെയർസ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതാണ് പബ്ലിക് ഓഫർ. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബിസിനസ് കമൻസ് ചെയ്യണം. അല്ലെങ്കിൽ കമൻസ് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് സമയത്ത് നമുക്ക് ഈ പറയുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായത് മിനിമം ക്യാപിറ്റലൊക്കെ മെമ്മറാൻഡം വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവണം, രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവണം, അല്ലേ. ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ കമ്പനിക്ക് രജിസ്റ്റർ ചെയ്ത ഒരു ഓഫീസ് ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളിലൊക്കെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡിക്ലെയർ ദി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ക്യാൻ അക്വയർ ദി സർട്ടിഫിക്കറ്റ് ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ അതാണ് മെയിനായിട്ട് കമൻസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പ്രൊമോട്ടറെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ പറയുന്ന പ്രൊമോട്ടറൊക്കെ കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്. ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോർട്ടായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഈ നിങ്ങളിപ്പോൾ വിസിബിൾ ആയിട്ടുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ടെക്സ്റ്റിലെ കാര്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ പോയിന്റ്സ് കൂടെ നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഒരു പ്രൊമോട്ടർക്കുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ്? മെയിൻ ഒരു പ്രൊമോട്ടർക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്, കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ സീക്രട്ടായിട്ട് അവർ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കമ്പനിയുടെ ചിലവിൽ മേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് അവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും നമ്മൾ സീക്രട്ട് പ്രോഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനോ അത് ക്ലെയിം ചെയ്യാനോ പ്രൊമോട്ടർക്ക് പാടില്ല. പ്രൊമോട്ടർക്ക് നമ്മൾ അവർ ചെയ്യുന്ന ജോലിക്ക്
എന്ത് ചെയ്യുന്നു, പ്രതിഫലം കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പ്രൊമോട്ടർ മിക്കപ്പോഴും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഓണർ തന്നെയായിരിക്കും. അങ്ങനെയുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലാതെ വേറെ ആരും അറിയാതെ സീക്രട്ട് പ്രോഫിറ്റ് അവർ മേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അതേപോലെ എന്താ പറയുന്നത്, ഇപ്പോൾ കമ്പനിയുടെ പേരിൽ അവർ കുറേ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ കുറേ സാധനങ്ങൾ വിൽക്കാമെന്നോ അങ്ങനെയൊക്കെ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. അതല്ലാതെ കമ്പനിയുടെ പേരിൽ ചെയ്ത് അതിൻ്റെ കമ്പനിയുടെ സാധനങ്ങളൊക്കെ വിറ്റ്, അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു, പക്ഷേ അതിൻ്റെയൊക്കെ കൺസിഡറേഷൻ, അതായത് കിട്ടുന്ന എമൗണ്ട് കമ്പനിയിലേക്ക് തിരിച്ചിടാതെ അതെല്ലാം അവരുടെ കയ്യിൽ തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ നെഗോഷിയേഷൻസിൽ അവർ എൻ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കമ്പനിക്ക് തന്നെ കൊടുക്കണം. അതല്ലാതെ കമ്പനിക്ക് വേണ്ടി ഒരു കാര്യത്തിൽ അവർ പേര് കൊടുത്ത് എൻ്റർ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റും ഗുണങ്ങളും അതിൻ്റെ കിട്ടുന്ന റവന്യൂസൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പാടില്ല. പിന്നെ അതേപോലെ തന്നെ കമ്പനിക്ക് വേണ്ടി അവരൊരു കോൺട്രാക്റ്റിൽ പുറത്ത് ആളുകളായിട്ട് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് മാത്രമല്ല, എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് എത്രത്തോളം എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പ്രോപ്പറായിട്ട് കമ്പനിയെ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് കമ്പനിയെ ധരിപ്പിക്കണം. 100 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് 80 രൂപ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 100 രൂപ കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട്, പക്ഷേ 400 രൂപയുടെ കാര്യം ഇവിടെ മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 500 രൂപ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 500 രൂപയുടെ കാര്യവും ഈ പ്രൊമോട്ടേഴ്സ് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പം മറ വെച്ചിട്ട് ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് മേക്കിങ്ങിനും ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇൻവോൾവ് ആവാൻ പാടില്ല. അതേപോലെ ഒരു രീതിയിലും കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ, അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ഫ്രോഡ് കളിക്കാനോ, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ് ചെലുത്താനോ ഒന്നും കമ്പനിയുടെ പേരിൽ പാടില്ല. അപ്പോൾ ആ ഒരു അവരുടെ പൊസിഷൻ അവരിപ്പോഴും ഫെയർ ആൻഡ് പ്രോപ്പറായിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് കമ്പനീനെ ഒരിക്കലും ചതിക്കാനോ, അല്ലെങ്കിൽ കമ്പനിയുടെ കിട്ടാവുന്ന പ്രോഫിറ്റ് അവരെടുത്തുകൊണ്ട് പോകാനോ ഒന്നും പാടില്ല. അതേപോലെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന കേസാണെങ്കിൽ, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ കേസിലാണെങ്കിൽ കുറച്ചും കൂടെ അഡീഷണൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് കമ്പനിക്ക് പ്രൊമോട്ടേഴ്സിന് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി ആ വർഷം ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയർസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ പറയുന്ന പ്രോസ്പെക്ടസിൽ കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആ ബുക്ക്ലെറ്റിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ പറയുന്ന പ്രൊമോട്ടറാണ്. അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതേപോലെ തന്നെ പ്രോസ്പെക്ടസിൽ കമ്പനിക്ക് എതിരെ തെറ്റായ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മളതിൽ എഴുതി പിടിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഈ പറയുന്ന പ്രൊമോട്ടറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പനി കമൻസ് ചെയ്തു, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, പ്രൊമോട്ടേഴ്സിൻ്റെ ലയബിലിറ്റീസും ഡ്യൂട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മൾ കമൻസ് ചെയ്തൊന്ന് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ദ നെക്സ്റ്റ് വെരി സ്റ്റെപ്പ് ഇസ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കമ്പനി ഫോർമലി ലോഫുള്ളി എന്ത് ചെയ്യുക, പേർപ്പസ്ഫുള്ളി അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എത്ര പേര് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനിക്ക് വേണം, എന്താണ് 1% കമ്പനി എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, അതേപോലെ തന്നെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ പ്രോപ്പർ രജിസ്ട്രേഷൻ ചെയ്ത ഒരു ലൊക്കേഷൻ കമ്പനിക്ക് ഉണ്ടാവണം, പ്രോപ്പർ നെയിം ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സും രജിസ്ട്രാർക്ക്, കമ്പനിയുടെ രജിസ്ട്രാർക്ക് നമ്മൾ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സും കൂടെ നമ്മൾ എന്താ പറയുന്നത് ഏൽപ്പിച്ചിട്ടുണ്ടാവണം. The application for registration of the company should be presented to the registrar of the state in which the business office of the company is located. കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണുള്ളത് അവിടെയുള്ള രജിസ്ട്രാർക്കാണ് ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം, അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതൊരു ഫസ്റ്റ് എന്താ പറയുന്നത് സ്റ്റേജ് മാത്രമാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതിനുശേഷമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നത്.
അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം യു ഷുഡ് ഫയൽ ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡിക്ലറേഷൻ ആൻഡ് ദി പ്രിസ്ക്രൈബ്ഡ് ഫോം. അതായത് ഒരു അഡ്വക്കേറ്റിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ കോസ്റ്റ് അക്കൗണ്ടൻ്റെയോ ഒക്കെ എന്താ പറയുന്നത്, ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ ആർട്ടിക്കിൾസിൽ പേര് വന്നിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെയോ മാനേജറിൻ്റെയോ സെക്രട്ടറിയുടെയോ ഒക്കെ പേരിലാണെങ്കിലും ഈ പറയുന്ന ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതേപോലെ ഈ പറയുന്ന മെമ്മറാൻഡത്തിൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എടുത്ത, അതായത് ഷെയർസ് മേടിച്ച ആളുകൾ വേറെ മറ്റു പല രീതിയിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. ഹി ഈസ് നോട്ട് കൺവിക്റ്റഡ് ടു എനി ഒഫൻസ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊമോഷൻ എക്സെട്ര. ഒഫൻസിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഷെയർ ഹോൾഡറായിട്ട് വന്നിട്ടുള്ളത്. അവർ വേറൊരു മറ്റു പല രീതിയിലും ഗിൽറ്റി ആയിട്ടോ അല്ലെങ്കിൽ തെറ്റുകാരനായിട്ടോ കണ്ടെത്താത്ത ഒരാളാണ്. ഫ്രോഡിലും മിസ്ഫിയൻസിലും, അതായത് ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാത്ത ആളുകളാണ് കമ്പനിയുടെ അകത്തുള്ളത്. അതേപോലെ തന്നെ രജിസ്ട്രാർക്ക് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ഡിക്ലറേഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, ഷെയർസ് ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, അതായത് മേടിക്കുന്നവരും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ മെമ്മറാൻഡം കൊടുക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. അതൊക്കെ നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്യും. അത് രണ്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് പേഴ്സൺസ്, ഒരു അഡ്വക്കേറ്റിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഒക്കെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയോ ഒക്കെ ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് കമ്പനിയുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് മറ്റു പല ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയിലോ ഒഫൻസിലോ ഒന്നും ഇല്ലാത്തവരാണ്. അവരെല്ലാ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സും രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഡിക്ലറേഷൻ വേണം. അതേപോലെ അഡ്രസ്സ്, അതേപോലെ രജിസ്റ്റേർഡ് ഓഫീസ് ഇന്നൊരു സ്ഥലത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. അതേപോലെ ഒരു കമ്പനിക്ക് പേരുണ്ടെങ്കിൽ, ഒരു ABC ലിമിറ്റഡ് എന്നാണെങ്കിൽ ആ പേരിൽ സർനെയിം ഏതാണ്, ഫാമിലി നെയിം ഏതാണ്, റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടോ, നാഷണാലിറ്റി ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫോട് കൂടെ നമ്മൾ രജിസ്ട്രാർക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ കമ്പനിയുടെ പേരിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ ഫുൾ നെയിംസ്, അവരുടെ സർനെയിംസ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി, അതേപോലെ തന്നെ വേറെ ആർട്ടിക്കിൾസിലും മെമ്മറാൻഡത്തിലും ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ കമ്പനിയുമായിട്ടുള്ള ബന്ധം, അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ, അവരുടെ അഡ്രസ്സും നാഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. നോർമലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിക്ലറേഷനൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫീ കൂടെ നമ്മൾ പേ ചെയ്യണം. അതാണ് ഈ പറയുന്ന ഒരു 8 പോയിൻ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ ലൈൻ ബൈ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എങ്ങനെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് യുവർ പ്രൊമോട്ടറിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് ആൻഡ്